ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന പ്രസംഗ വിഷയം പുതിയ നിയമത്തിലെ എന്നെ ഏറെ സ്വാധീനിച്ച സ്ത്രീ കഥാപാത്രം ആരെന്നുള്ളതാണ്. അത് മറ്റാരുമല്ല, പരിശുദ്ധ കന്യകമറിയാമാണ്. ഈശോയുടെ രക്ഷാകര ചരിത്രം മുതൽ ഈശോയ്ക്കൊപ്പം സഞ്ചരിച്ച അമ്മ മാതാവാണ് എൻ്റെ ജീവിതത്തിലും വളരെ ആഴമേറിയ സ്വാധീനം ചെലുത്തിയ വ്യക്തി. മറിയത്തെ പറ്റി പറയുമ്പോൾ ദൈവിക പുണ്യങ്ങളായ വിശ്വാസം, സ്നേഹം, ശരണം എന്നിവയുടെ കലവറയാണ്. സ്നേഹത്തെ നിരസിക്കാത്തവളും അതിൽ പൂർണ്ണത പ്രാപിച്ചതുമാണ് അമ്മ മറിയം. അതുപോലെ തന്നെ ആത്മീയ വിശുദ്ധിയും ശാരീരിക വിശുദ്ധിയും പാലിക്കുന്നവർക്ക് ഏറെ ശ്രേഷ്ഠ മാതൃകയാണ് മറിയം. നാഷണൽ ജോഗ്രഫിക് മാഗസീനിൽ മറിയത്തെ പറ്റി പറയുന്നത് ലോക ചരിത്രത്തിലെ ഏറ്റവും ശക്തിയായ വനിതയെന്നും ദ മോസ്റ്റ് മോറൽ വിമൺ എന്നും മറിയത്തെ വിശേഷിപ്പിക്കുന്നു. ക്രൈസ്തവർക്ക് മാത്രമല്ല, എല്ലാ വിഭാഗ ജനങ്ങൾക്കും മാതൃകയാക്കേണ്ട വ്യക്തിത്വമാണ് പരിശുദ്ധ മറിയം. അമ്മ മാതാവിനെ പറ്റി പറയുമ്പോൾ 4 കാര്യങ്ങൾ നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. 1. വിശ്വാസത്തിന്റെ മാതൃക. ഇതാ കർത്താവിന്റെ ദാസി, അങ്ങയുടെ വാക്കെന്നിൽ നിറവേറട്ടെ. 1 ലൂക്കോസ് 38. ഇത് വിശ്വാസത്തിന്റെ വലിയ മാതൃകയാണ്. കർത്താവിന്റെ ആലോചനയെ പൂർണ്ണമായും സ്വീകരിക്കുന്ന ഒരു ഹൃദയം. ദൈവത്തിന്റെ അജ്ഞാത പദ്ധതികൾക്ക് മുന്നിൽ ഭയപ്പെടാതെ അതേ എന്ന് പറയുന്ന പെൺകുട്ടി. 2. ദൈവഹിതത്തിന് മുൻതൂക്കം നൽകുന്ന ജീവിതം. മറിയത്തിന് ഏറെ സ്വപ്നങ്ങളുണ്ടായിട്ടും അവൾ ദൈവത്തിന്റെ ആഗ്രഹം സാധിച്ച സ്ത്രീയാണ്. തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഉണ്ടായേക്കാവുന്ന വിവാഹമോചനവും അപകീർത്തിയുമെല്ലാം സംഭവിക്കുമെന്നറിഞ്ഞിട്ടും അവൾ ദൈവത്തിൽ ആശ്രയിച്ചു. ഇത് നാം മറിയത്തിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു ഗുണപാഠമാണ്. 3. പ്രാർത്ഥനയും ധൈര്യവും. കാനായിലെ കല്യാണത്തിൽ യേശുവിനെ സമയത്തിനു മുൻപേ അത്ഭുത പ്രവർത്തനത്തിലേക്ക് നയിച്ചത് അമ്മ മാതാവാണ്. യോഹന്നാൻ 2:1-11 വരെ. അവളുടെ ഇടപെടലിൽ യേശു തൻ്റെ ആദ്യ അത്ഭുത പ്രവർത്തനം നടത്തി. ഇത് മറിയത്തിൻ്റെ വിശ്വാസവും പ്രാർത്ഥനയും ധൈര്യവും വെളിപ്പെടുത്തുന്നു. വീട്ടുകാരുടെ പ്രയാസം കണ്ടപ്പോൾ അവൾ അവിടെ അനാസ്ഥ കാണിക്കാതെ അർപ്പണം തിരഞ്ഞെടുത്തു. 4. കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന മറിയം. മറിയം കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്നതായി നാം യോഹന്നാൻ 19:25 കാണുന്നു. എല്ലാം നഷ്ടപ്പെട്ടിട്ടും അവൾ നിഷ്കളങ്കമായി ദൈവത്തിൽ ആശ്രയിച്ചു. ഇത് വിശ്വാസത്തിൻ്റെ വലിയൊരു മാതൃകയാണ്. അതെ, മറിയം നമ്മുടെ അമ്മ മാതാവാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ മറിയത്തെ പറ്റി പറഞ്ഞ 2 കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. മറ്റുള്ളവരെ തരം താഴ്ത്തുകയോ തട്ടിമാറ്റുകയോ അവഹേളിക്കുകയോ അവരോട് മോശമായി പെരുമാറുകയോ ചെയ്യുന്ന രീതി മറിയത്തിനില്ലായിരുന്നു. തന്നിലേക്ക് വരുന്ന സകലരുടെയും ഹൃദയങ്ങളെ നിരന്തരം നവീകരിച്ചും ബലപ്പെടുത്തിയും സകലരുടെയും ഹൃദയങ്ങളിൽ മുഴുകിക്കേൾക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹസ്പന്ദനം ശ്രവിക്കാൻ മറിയം കരുത്ത് നൽകി. അതെ, കർത്താവിൻ്റെ ദാസിയായ ഒരാളെ ദൈവം ലോകരക്ഷാകര പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്തു. നമ്മുടെ ജീവിതത്തിലും ദൈവം പ്രവർത്തിക്കട്ടെ. അതിനാൽ നമുക്ക് ഭയപ്പെടാതെ മറിയത്തിൻ്റെ മാതൃകയെ ചരിക്കാം, വിശ്വസിക്കാം, സമർപ്പിക്കാം, പ്രതീക്ഷിക്കാം. ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാം. നന്ദി, നമസ്കാരം.